ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് അടിസ്ഥാന പാഠാവലി 8th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലി ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കൂ. നിർദ്ദേശം നൽകിയിരിക്കുന്ന നോക്കൂ. 1 മുതൽ 5 വരെ ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഒരു സ്കോർ വീതം എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, അരി തരാനില്ലെങ്കിൽ എല്ലാത്തിനും കുറെ വിഷം തന്നങ്ങ് കൊന്നേക്കട്ടെ. മാർക്കോസിൻ്റെ ഈ വാക്കുകളിൽ തെളിയുന്നത് എന്ത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. സഹതാപം, സന്തോഷം, പ്രതിഷേധം, അഹങ്കാരം. ഇതിലേതാണ്? അതെ, പ്രതിഷേധമാണ് അല്ലേ. ആൻസർ എന്താണ്? പ്രതിഷേധം. ഓക്കെ, ആൻസർ പ്രതിഷേധം. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മുറ്റത്തിന് ഐശ്വര്യം ചാർത്തുമ പൂക്കളോടൊപ്പമെൻ അമ്മയും തുമ്പ പോലെ. പുതുവർഷം. ഈ വരികളുടെ ആശയത്തിന് ഏറ്റവും യോജിച്ച പ്രസ്താവന ഏതെന്നാണല്ലേ ചോദിച്ചുള്ളത്. ഏതാണ്? യെസ്, നമുക്കറിയാം ഏതാണ് കൂട്ടുകാരെ. പൂക്കളത്തിലെ തുമ്പപ്പൂ പോലെയാണ് അമ്മ എന്നുള്ളതാണ് അല്ലേ. പൂക്കളത്തിലെ തുമ്പപ്പൂ പോലെയാണ് അമ്മ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായി പിരിച്ചെഴുതിയ പദക്കൂട്ടം ഏത്? തിരുവോണം, തിരു പ്ലസ് ഓണം എന്നാണ് അല്ലേ എഴുതിയിട്ടുള്ളത്. കത്തി എരിഞ്ഞു, കത്തി എരിഞ്ഞു. നെന്മണി, നെല്ല് മണി. കോരിത്തരിപ്പ്, കോരി തരിപ്പ്. ഇതിൽ ശരിയായത് ഏതാണ്? യെസ്, കത്തി എരിഞ്ഞു. അതെങ്ങനെയാണ് എഴുതുക? കത്തി അധികം എരിഞ്ഞു എന്നാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എനിക്ക് കുട്ടിക്കാലം വയസ്സാം കാലത്താണല്ലോ എന്ന് എനിക്ക് തന്നെ ചിരി വരുന്നു. ഉപ്പ് ചുവയ്ക്കുന്ന ചിരി. അടിവരയിട്ട പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ദുഃഖം നിറഞ്ഞ ചിരി, ഉപ്പ് കലർന്ന ചിരി, സന്തോഷം നിറഞ്ഞ ചിരി, പരിഹാസം കലർന്ന ചിരി. ഏതാണ് കൂട്ടുകാരെ ആൻസർ വരുന്നത്? അതെ, ദുഃഖം നിറഞ്ഞ ചിരിയാണല്ലേ. ദുഃഖം നിറഞ്ഞ ചിരി. ഓക്കെ, മരക്കൊമ്പുകളിൽ നിന്ന് നേരെ എൻ്റെ മനസ്സിലേക്ക് വീഴാറ്. മരക്കൊമ്പ് എന്ന പദത്തിന്റെ വിഗ്രഹാർത്ഥമല്ലേ. മരക്കൊമ്പ് എന്ന പദത്തിന്റെ വിഗ്രഹാർത്ഥമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ട്. എളുപ്പമല്ലേ. ഏതാണ് മരക്കൊമ്പ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം മരത്തിന്റെ കൊമ്പാണല്ലേ. എന്താണ്? മരത്തിന്റെ കൊമ്പ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. 6 മുതൽ 8 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് 2 3 വാക്യത്തിൽ ഉത്തരം എഴുതുക. 2 സ്കോർ വീതം എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മഴയത്ത് ഉതിരുന്ന പവിഴമല്ലിപ്പൂക്കൾ മുറ്റത്തേക്കല്ല ഉയിരിലേക്കാണ് വീഴുന്നത് എന്നാണ് എനിക്ക് തോന്നാറ്. അടിവരയിട്ട പ്രയോഗം സന്ദർഭത്തിന് നൽകുന്ന അർത്ഥതലം കണ്ടെത്തി എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അർത്ഥതലം കണ്ടെത്തി എഴുതുക. എന്താണ് ഇവിടെ അടിവരയിട്ടിരിക്കുന്ന പദം? ഏതാണ്? അതെ, ഉയിരിലേക്കാണ് വീഴുന്നത് എന്നാണല്ലേ. അതായത് എന്താ ഇവിടെ പറയുന്നത്? യെസ്, നനയാത്ത മഴയനുഭവങ്ങൾ എഴുത്തുകാരിക്ക് നൽകുന്ന സന്തോഷം, മഴയോടുള്ള ഇഷ്ടം, മഴയത്ത് ഇറങ്ങിക്കളിക്കാൻ അനുവാദമില്ലാത്ത പവിഴമല്ലിപ്പൂക്കൾ ജീവനിലേക്ക് പതിക്കുന്നതായി കൽപ്പിച്ചിരിക്കുന്നു. ഓക്കെ, ഇതിനർത്ഥ വ്യത്യാസം വരാതെ 2 വാക്യമാക്കി എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. കല്യാണത്തിന്റെ തീയതി അടുത്തടുത്ത് വന്നപ്പോൾ പുതിയ കുപ്പായത്തിന്റെ കാര്യം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. അർത്ഥവ്യത്യാസം വരാതെ ഇത് 2 വാക്യമാക്കി എഴുതണമല്ലേ. നമുക്കിതെങ്ങനെ എഴുതാം? യെസ്, കല്യാണത്തിന് തീയതി അടുത്തടുത്ത് വന്നു, അപ്പോൾ പുതിയ കുപ്പായത്തിന്റെ കാര്യം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. ഇങ്ങനെ 2 സെന്റൻസ് ആക്കി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാമല്ലേ. ഉണ്മയുണ്മയിൽ ചേർന്നാൽ ഇമ്മിണി വലുതായിട്ടൊന്നുളവാകും. ബഷീർ എന്ന ബല്യ ഒന്ന്. ഈ വരികളിലൂടെ കവി മുന്നോട്ട് വയ്ക്കുന്ന ആശയം വ്യക്തമാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? അതെ, സത്യം സത്യത്തോട് ചേരുമ്പോഴുണ്ടാകുന്ന വലിയ സത്യത്തിൻ്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ മഹനീയതയാണ് ഇവിടെ കാണിക്കുന്നത്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ സത്യവും നന്മയും തുണയാകും. ഓക്കെ, 9 മുതൽ 14 വരെ ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 4 സ്കോർ വീതം അല്ലേ. 9ാമത്തെ ചോദ്യം. ദാരിദ്ര്യത്തിന്റെ മാറിലേക്ക് വീഴുന്ന വെട്ടുപോലെ തൂമ്പ അയാളുടെ കയ്യിൽ നിന്നും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. അയാളുടെ പ്രിയപ്പെട്ട വരിക്കമാവിലേക്ക് അയാൾ നോക്കി. അതും ഇപ്രാവശ്യം അയാളെ ചതിച്ചിരിക്കുന്നു. കർഷകരുടെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് ഈ സന്ദർഭങ്ങളിൽ തെളിയുന്നത്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താണ് കൂട്ടുകാരെ? അതായത് കർഷകരുടെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് ഈ സന്ദർഭത്തിൽ തെളിയുന്നത്? എന്തെല്ലാമാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, നിങ്ങളുടെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എഴുതുക. ഓക്കെ, മഴ നനഞ്ഞല്ല, മഴ കൊള്ളാത്തയിടത്ത് സുരക്ഷിതമായി നിന്ന് വിരലൊന്ന് നീട്ടിത്തൊട്ടാണ് മഴയെ ഞാൻ അറിഞ്ഞിരിക്കുന്നത്. നനത്ത മഴയേക്കാൾ നനയാത്ത മഴയാണ് എഴുത്തുകാരിയെ സ്വാധീനിച്ചത്. മുകളിൽ നൽകിയ സൂചനയും പാഠഭാഗത്തെ മറ്റു സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് ഈ പ്രസ്താവനയോട് പ്രതികരിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. പ്രിയ എസിൻ്റെ നനയാത്ത മഴ എന്ന ഓർമ്മക്കുറിപ്പ് ബാല്യകൗമാരങ്ങളുടെ നനവുള്ള ഓർമ്മകളാണ്. ഏകാന്തമായ മനസ്സിനെ മഴയുടെ സാന്നിധ്യം സാന്ദ്രമാക്കിയതായി കഥാകാരി ഓർമ്മിക്കുന്നു. അസുഖങ്ങൾ ചെറുപ്പം തൊട്ടേ സന്തത സഹചാരിയായിരുന്ന കഥാകാരിക്ക് മഴയുമായി
കല്യാണവുമായി അടുത്തിടപഴകാൻ കഴിഞ്ഞില്ല. എങ്കിലും വേറെ ഏത് ബന്ധുവിനേക്കാളും കഥാകാരി ഇഷ്ടപ്പെടുന്നത് മഴ ബന്ധുവിനെയാണെന്നും പറയുമ്പോൾ ആ സ്നേഹബന്ധത്തിൻ്റെ ഗാഢതയെ തിരിച്ചറിയാവുന്നതാണ്. പോകാൻ തുനിയുമ്പോൾ വേണ്ട, പോകണ്ട, ഇത്തിരി നേരം കഴിഞ്ഞു പോയാൽ മതി എന്ന് പറയാൻ കഴിയുന്ന സ്നേഹശാഠ്യത്തിന് മുന്നിൽ മഴ പോലും തോൽക്കുന്നു. മഴയത്ത് ഇറങ്ങി നിന്നു ആസ്വദിക്കാൻ കഴിയാതിരുന്ന കഥാകാരി വീടിനകത്തു നിന്നും വിരലുകളാൽ തൊട്ടാലാണ് മഴയെ ആസ്വദിച്ചിരുന്നത്. രോഗങ്ങൾ കഥാകാരിയെ മഴയിൽ നിന്ന് അകറ്റുമ്പോഴും വീണ്ടും വീണ്ടും തൊടാൻ തുനിയുന്ന ഇഴയടുപ്പത്തെ മനോഹരമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇവിടെ. മഴയുടെ സംഗീത വിരുന്ന് വെള്ളി നൂലുകളാൽ ഇറയത്ത് തോരണം തൂക്കി വീടിനെ കല്യാണ വീടാക്കുന്നു. മഴവിദ്യ മനസ്സിലേക്ക് വീഴുന്ന മഴയുടെ പവിഴമല്ലിപ്പൂക്കൾ തുടങ്ങിയ പ്രയോഗങ്ങളോടുള്ള മഴയോടുള്ള പ്രണയത്തിൻ്റെ സൂചനകളാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. അനുഭവങ്ങളുടെ തീവ്രതയും സാമൂഹിക ജീവിതത്തിൻ്റെ സവിശേഷതകളുമാണ് ഓർമ്മക്കുറിപ്പിനെ ഹൃദയസ്പർശിയാക്കുന്നത്. ഈ നിരീക്ഷണം കുപ്പായം എന്ന പാഠഭാഗത്തിന് എത്രമാത്രം യോജിക്കുന്നുണ്ട്? നിങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. കരുപ്പറമ്പിലെ അമ്മിണി ഓപ്പുവിൻ്റെ കല്യാണം നിശ്ചയിച്ചു. 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് വിവാഹം. കരുപ്പറമ്പിലെ അമ്മായിയുടെ ആങ്ങള രാമൻകുട്ടി നായർ വീട്ടിൽ വന്ന് വിവരം പറഞ്ഞു. അച്ഛൻ്റെ അനുജൻ ഗോവിന്ദമാമയുടെ ഭാര്യ വീടാണ് കരുപ്പറമ്പിൽ. കഥാകൃത്തിന്റെ വീട്ടിൽ നിന്ന് 3 നാഴിക ദൂരെയാണ് കരുപ്പറമ്പിൽ വീട്. മദിരാശിയിൽ ബിടെക് പഠിക്കുന്ന വലിയേട്ടനാണ് ഓപ്പുവിൻ്റെ വരൻ. അച്ഛൻ സിലോണിലേക്ക് പോകും മുമ്പേ കല്യാണം നടത്തണമെന്ന് അഭിപ്രായമായിരുന്നു അച്ഛനും. കരുപ്പറമ്പിലെ അമ്മായിയെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. കഥാകൃത്തിനെയും കൂട്ടി അമ്മ അവിടേക്ക് വിരുന്നു പോകാറുണ്ട്. ചമ്മിണിക്കാവിലെ താലപ്പൊലിക്ക് അമ്മയെ വിളിക്കാറുണ്ടെങ്കിലും അമ്മ പോകാറില്ല. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ വെടിക്കെട്ട് ചമ്മിണിക്കാവിലാണെന്ന് അമ്മായിയുടെ ആങ്ങളായ രാമൻകുട്ടി നായർ ഉൾപ്പെടെയുള്ളവരാണ് അതിൻ്റെ നടത്തിപ്പുകാർ. നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് രാമൻകുട്ടി നായർ കഥാകൃത്തിനെയാണ് രാമായണം വായിപ്പിക്കാറുണ്ട്. എല്ലാവരും നേരത്തെ വരണം എന്ന് പറഞ്ഞ് രാമൻകുട്ടി നായർ യാത്രയായി. ഓപ്പുവിൻ്റെയും വലിയേട്ടൻ്റെയും കല്യാണം അച്ഛൻ്റെ വീട്ടിൽ വെച്ചായിരിക്കും. കഥാകൃത്തിന് ഉത്സാഹം തോന്നിയത് അമ്മിണിയപ്പുവിൻ്റെ കല്യാണം നിശ്ചയിച്ചു, ഓപ്പുവിൻ്റെ കല്യാണം നിശ്ചയിച്ചു എന്നറിഞ്ഞപ്പോഴാണ്. കല്യാണത്തിന് പോകുമ്പോൾ നല്ല കുപ്പായവും ട്രൗസറും വേണം, അതായിരുന്നു കഥാകൃത്തിൻ്റെ വിചാരം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കഥാകൃത്തിന് 3 ഷർട്ടും 2 ട്രൗസറുമാണുള്ളത്. എല്ലാം വില കുറഞ്ഞ തുണി കൊണ്ട് തുന്നിച്ചതാണ്. അക്കാലത്ത് മാസത്തിലൊരിക്കൽ പുഴക്കര നിന്ന് നെയ്ത്തൽ വരും. വലിയൊരു തുണിക്കെട്ടും അയാളുടെ തലയിലുണ്ടാവും. കെട്ടിലധികവും വലിയ മുണ്ടും തോർത്തുമാണ്. ക്ലാസ്സിൽ ഷർട്ടിടാത്ത കുട്ടികളും വരുന്നതിൽ മത്സരബുദ്ധിയോടെ ആരുടെയും വേഷഭൂഷാദികളെ കഥാകൃത്ത് ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കുപ്പായം എന്ന പാഠഭാഗത്തിനോട് എത്രമാത്രം നിങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായ അഭിപ്രായങ്ങളും കൂടി ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൂവാലി കരയാനുള്ള നേരമല്ല ഇത്. നമുക്കുടനെ പുറപ്പെടണം. മണ്ണിൽ എവിടെയെങ്കിലും മുണ്ടാവും ജീവനെ കുളിരണിയിക്കാൻ നിറയെ വെള്ളമുള്ള ഒരിടം. അംബികാസുധൻ മാങ്ങാട് അല്ലേ. ദെൻ എല്ലാം നശിച്ചു പോകില്ല വല്ലതും ശേഷിക്കുമെന്ന് വിചാരിക്കെ എന്തെന്തെൻ കരളിലാനന്ദവും മിഴിയിൽ വിശ്വാസവും പുതിയ ഭാവിയുടെ തെളിവാർന്ന ജൈവപ്രഭാവവും. പുനലൂർ ബാലൻ അല്ലേ. ജീവിതത്തെ കുളിരണിയിക്കുന്ന പ്രതീക്ഷകളെക്കുറിച്ചാണ് 2 എഴുത്തുകാരും പറയുന്നത്. തന്നിരിക്കുന്ന ഭാഗം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ജീവിതത്തെ കുളിരണിയിക്കുന്ന പ്രതീക്ഷകൾ പ്രതിസന്ധിയും കൈവിടാതെ ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകുന്നു. അടുത്ത തലമുറയ്ക്ക് പിറവി സമ്മാനിക്കാൻ എവിടെയെങ്കിലും നിറയെ വെള്ളമുള്ള ഒരിടം ഉണ്ടാവുമെന്ന വിശ്വാസം, നാളത്തെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസവും സന്തോഷവും നിലനിർത്താനാവുക എന്നത് ഏറ്റവും മഹത്തരമാണ്. ഭാവിയുടെ തെളിവാർന്ന ജൈവ പ്രഭാവം 2 എഴുത്തുകാരും പങ്കുവയ്ക്കുന്നത് സുദൃഢവും ആത്മവിശ്വാസവും തെളിവാർന്ന ജൈവ പ്രഭാവവുമാണ്. ഓക്കെ, ഇതെന്നെ നമുക്ക് ക്വസ്റ്റ്യൻ 13 നോക്കാമല്ലേ. കുഴിയാനയായി ലാഡിൽ അണ്ടകോടിയിൽ സ്നേഹപ്പൊരുൾ തേടിന കയ്യാൽ ബഷീർ എന്ന ബല്യ 1. എനിക്ക് പ്രപഞ്ചങ്ങളെ എല്ലാം സ്നേഹത്തോടെ ആലിംഗനം ചെയ്യാൻ തോന്നുന്നുണ്ട്. ഭൂമിയുടെ അവകാശികൾ. മുകളിൽ നൽകിയ സൂചനകളിൽ തെളിയുന്ന ബഷീറിന്റെ ജീവിത കാഴ്ചപ്പാടുകൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു. പാത്തുമ്മായുടെ ആട്, ഭൂമിയുടെ അവകാശങ്ങൾ എന്നീ കൃതികളാണ് ഈ വരികളിലൂടെ കവി സൂചിപ്പിക്കുന്നത്. എൻ്റെ ഉപ്പാപ്പൊക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന നോവലിൽ ആണ് കുഴിയാന ഉള്ളത്. ആന ഉണ്ടായിരുന്ന തറവാടിൻ്റെ പേര് പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന ഉമ്മയെ ഈ നോവലിലെ പ്രധാന കഥാപാത്രമായ മകൾ കുഞ്ഞിത്താച്ചുമ്മ അത് കുഴിയാന ആയിരുന്നുവെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്.
അത്ര ചെറിയ കുഴിയാനയ്ക്ക് പോലും ഈ നോവലിൽ സ്ഥാനമുണ്ട്. ഭൂമിയിലെ സകല ജീവികൾക്കും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന ആശയമാണ് ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിലൂടെ ബഷീർ അവതരിപ്പിക്കുന്നത്. ഭൂമിയിലെ സർവ്വചരാചരങ്ങളും സമഭാവനയോടെ കാണാൻ കഥാകാരനു മാത്രമേ കഴിയൂ. ബഷീറിന്റെ പാത്തുമ്മയുടെ ആടിലാകട്ടെ ആടാണ് പ്രധാന കഥാപാത്രം. ബഷീറിന്റെ വീട്ടിനുള്ളിൽ യഥേഷ്ടം വിഹരിച്ചു നടക്കുന്ന ആടിനെ നമുക്ക് ഈ നോവലിൽ കാണാം. കുഴിയാനയും ആടിലും സർവ്വചരാചര്യങ്ങളിലും സ്നേഹപ്പൊരുൾ നേടിയ കഥാകാരന്റെ ജീവിത ദർശനങ്ങൾ നമുക്ക് ഈ വരികളിലൂടെ വായിച്ചെടുക്കാം. നമുക്ക് 14ാമത്തെ ചോദ്യം നോക്കാം അല്ലെ. 14ാമത്തെ ചോദ്യം എന്താണ്? എന്നാലും ചരൽ പോലെ കൂർത്തു നിൽക്കുന്നുണ്ടൊരു മഴയുണ്ട് ഓർമ്മയിൽ. അതിനിടെ ഒരു മഴ, ഊക്കൻ മഴ, നനഞ്ഞ് മുടിയഴിച്ചാടുന്ന യക്ഷിമഴ. നനയാത്ത മഴ. മഴയ്ക്ക് വ്യത്യസ്ത ഭാവങ്ങൾ നൽകി വർണ്ണിച്ചതിൻ്റെ ഭംഗി വിശദമാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എഴുതാം. ആൻസർ നോക്കാം. മഴ എന്ന പദത്തോടൊപ്പം ചേരുന്ന വിവിധ വിശേഷണ പദങ്ങൾ പാഠഭാഗത്തുണ്ട്. എന്തൊക്കെയാണ്? കൂർത്ത മഴ, യക്ഷിമഴ, കണ്ണീർ മഴ, കാണാമഴ, പാറും മഴ എന്നിവ അതിൽ ചിലതാണ്. മഴയോടൊപ്പം ചേർക്കുന്ന വിശേഷണ പദത്തിന്റെ സവിശേഷതകളെല്ലാം മഴ എന്ന പദത്തിലും ലഭിക്കുന്നു. ആ പദം പ്രയോഗിക്കുന്ന സന്ദർഭത്തെ അത് കൂടുതൽ ഭാവതീവ്രമാക്കുന്നു. കൂർത്ത മഴ മഴയുടെ ശക്തിയും തീവ്രതയും വെളിപ്പെടുത്തുന്ന ഒരു വിശേഷണമാണിത്. കഥാകാരി അനുഭവിക്കുന്ന രോഗത്തിന്റെ തീവ്രതയും ശക്തിയും മഴയുടെ സ്വഭാവവുമായി സാമ്യമുള്ളതാവുന്നു. യക്ഷിമഴയിലെ ഒരേ സമയം പേടിപ്പെടുത്തുകയും ആകർഷിക്കുകയും ചെയ്യുന്ന മഴയെയാണ് ഈ വിശേഷണം കൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സുകൊണ്ട് ആകർഷണം തോന്നുകയും ശാരീരിക അവസ്ഥ കൊണ്ട് പേടി തോന്നിക്കുകയും ചെയ്യുന്ന മഴയാണ് കഥാകാരിക്കത്. കണ്ണീർ മഴ. കണ്ണീർ മഴ അല്ലെ. സങ്കടത്തിന്റെ വേദനയുടെ പ്രതീകമാണ് കണ്ണീർ മഴ എന്ന വിശേഷണം. കഥാകാരിയുടെ രോഗാവസ്ഥയും വേദനകളും മൂലമുള്ള കണ്ണീരിനെ മഴയോടാണ് ഇവിടെ ഉപമിക്കുന്നത്. കാണാമഴ കാണാൻ കഴിയാതെ പോയ മഴകളെക്കുറിച്ചുള്ള നഷ്ടബോധമാണ് ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. അസുഖ കൂടുതൽ കാരണം കഥാകാരിക്ക് കാണാൻ കഴിയാതിരുന്ന മഴകളെക്കുറിച്ചാണ് ഇവിടെ സൂചന. പാറും മഴ. കാറ്റിന്റെ അകമ്പടിയോടെ മഴത്തുള്ളികൾ പാറി വരുന്ന മഴയെയാണ് ഈ വിശേഷണം കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. 15 മുതൽ 17 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിനും ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 6 സ്കോർ വീതം എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 15ാമത്തെ ചോദ്യം നോക്കാം. പാലത്തറ ചന്തയിൽ നിന്നോ മറ്റോ വരുത്തിയ തുണി കൊണ്ട് എൻ്റെ ഷർട്ടും ട്രൗസറും ക്ലാസ്സിൽ ഷർട്ടിടാത്ത കുട്ടികളും വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു മത്സര ബുദ്ധിയോടെ ഞാൻ ആരുടെയും വേഷഭൂഷാദികളെ നോക്കിയിട്ടില്ല. വീട്ടിലിരിക്കുമ്പോൾ ഇടുന്ന ഷർട്ടും ട്രൗസറും ഇത്ര നല്ലതാണെങ്കിൽ അവൻ്റെ പെട്ടിയിൽ ഇനി എന്തൊക്കെ ഉണ്ടാവും എന്നായിരുന്നു എൻ്റെ ചിന്ത. കുപ്പായം. വസ്ത്രം ആവശ്യത്തിനപ്പുറം ആഡംബരമായി മാറുന്നുണ്ടോ? വിശകലനം ചെയ്ത് വേഷഭൂഷാദികളും ആഡംബര ഭ്രമവും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രഭാഷണത്തിന്റെ മാതൃകയാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ ഒന്നാണ് വസ്ത്രം. ഭക്ഷണവും പാർപ്പിടവും പോലെ പ്രധാനപ്പെട്ടതാണോ ഒന്ന്. കീറാത്തതും വൃത്തിയുള്ളതുമായൊരു വസ്ത്രം പോലും ധരിക്കാൻ കഴിവില്ലാത്ത ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ മറുവശത്ത് ആഡംബരത്തിനായി മാത്രം വസ്ത്രം വാങ്ങുന്നവരും ഒരുപാടുണ്ട്. പണ്ട് കാലത്ത് പോലെ വിശേഷ ദിനങ്ങളിൽ മാത്രം പുതുവസ്ത്രങ്ങൾ ഉടുത്തിരുന്ന പതിവൊക്കെ മാറി. വളരെ കുറച്ചു തവണ മാത്രം ഉപയോഗിച്ച വസ്ത്രങ്ങൾ പോലും അവർ ഉപേക്ഷിക്കുന്നു. അലമാര നിറയെ വസ്ത്രങ്ങൾ നിറഞ്ഞിരിക്കുമ്പോഴും അവർ പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നു. മുന്തിയ തരം തുണി, കൂടിയ വില, ഏറ്റവും പുതിയ ഡിസൈൻ, ഇതൊക്കെ ഇന്ന് പലർക്കും പൊങ്ങച്ചം കാണിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. വസ്ത്രങ്ങളെ ആഡംബരമായി കാണുന്ന ഈ പ്രവണതയ്ക്ക് നമുക്ക് ദോഷമേ ചെയ്യൂ എന്ന് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളും എന്ത് ചെയ്യുക? ഇതുപോലെ പ്രഭാഷണം തയ്യാറാക്കുക. 16ാമത്തെ ചോദ്യം നോക്കാം. നമുക്ക് കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാൻ ഒട്ടും മടിയില്ല. പാരിൽ ഓരോ ജനം ദ്രവ്യമുണ്ടാക്കുവാൻ ഓരോരോ വിദ്യകൾ കാട്ടുന്നു സന്തതം. ആട്ടം പഠിക്കുന്നു, ചാട്ടം പഠിക്കുന്നു, കൊട്ടുപഠിക്കുന്നു, പാട്ടു സാധിക്കുന്നു. കിട്ടും പണമെങ്കിൽ ഇപ്പോൾ. മുകളിൽ നൽകിയ വരികളും പാഠഭാഗവും വിശകലനം ചെയ്ത് കുഞ്ചൻ നമ്പ്യാർ കവിതകളുടെ സവിശേഷതകൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒരു ഉപന്യാസമാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു ഉപന്യാസം എഴുതേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് നോക്കാം. കേരളം കണ്ട അസാധാരണ പ്രതിഭനായ കവിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. സാമൂഹിക വിമർശനം, നിശിതമായ പരിഹാസം, തനി കേരളീയത, സാധാരണക്കാരന്റെ ഭാഷ, ലോകോക്തികൾ എന്നിവയെല്ലാം നമ്പ്യാരുടെ മാത്രം പ്രത്യേകതയായി നിരൂപകർ എടുത്തുകാട്ടുന്നു. ഈ പ്രത്യേകതകളാണ് മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ജനപ്രീതി നേടിക്കൊടുത്തത്. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്ന് നമ്പ്യാർ അറിയപ്പെട്ടത് അങ്ങനെയാണ്.
പുരാണ കൃതികളെ അവലംബിച്ചായിരുന്നു നമ്പ്യാരുടെ മിക്ക തുള്ളൽ കൃതികളെങ്കിലും അവയിൽ കഴിയുന്നത്ര നർമ്മവും സാമൂഹിക പ്രസക്തിയുമുള്ള പരിഹാസവും കലർത്തുവാൻ കവി ശ്രദ്ധിച്ചിരുന്നു. 18-ാം ശതകത്തിൽ കേരളത്തിൽ നിലവിലിരുന്ന സാമൂഹിക സ്ഥിതിയിലേക്ക് നമ്പ്യാരുടെ കൃതികൾ വെളിച്ചം വീശുന്നു. ഭൂസ്ഥിതി, സസ്യപ്രകൃതി, ജലവിനിയോഗം, നാടൻ തത്വചിന്ത, നാട്ടുവിദ്യാഭ്യാസ രീതി, നാടൻ വിനോദങ്ങൾ, ഉത്സവങ്ങൾ, അങ്ങാടി വാണിഭം, മത്സ്യബന്ധനം, ചികിത്സാരീതികൾ, കൃഷി അറിവുകൾ, കടലറിവുകൾ, കാട്ടറിവുകൾ, നാടൻ ഭക്ഷണ രീതികൾ, നാട്ടുസംഗീതം, മുത്തശ്ശിച്ചൊല്ലുകൾ തുടങ്ങിയ നിരവധി അറിവുകൾ നമ്പ്യാരുടെ കവിതകളിലൂടെ ലഭിക്കുന്നു. തുള്ളൽ കവിതകളിൽ പലതിൻ്റെയും പ്രമേയം പുരാണ ഇതിഹാസങ്ങളാണെങ്കിലും നമ്പ്യാർ നൽകുന്നത് കേരളീയ പശ്ചാത്തലമാണ്. കഥാപാത്രങ്ങൾക്ക് തനി മലയാളിത്തം കൽപ്പിക്കുന്നു. ഭീമൻ, ദുര്യോധനൻ, ദേവേന്ദ്രൻ, ദമയന്തി, ദ്രൗപദി, സീത, പാർവതി തുടങ്ങിയ കഥാപാത്രങ്ങൾ തനി മലയാളികളായി തുള്ളലുകളിൽ പ്രത്യക്ഷപ്പെടുന്നു. ഭൂസ്വർഗ പാതാളങ്ങൾ നമ്പ്യാരുടെ ഭാവനയിൽ അമ്പലപ്പുഴയോ തിരുവനന്തപുരമോ ആയി മാറുന്നു. അയോധ്യയിലും അളകാപുരിയിലും സ്വർഗത്തിലും പാതാളത്തിലും എല്ലാം കേരളീയർ തന്നെ. കേളച്ചാരും കാളിപ്പെണ്ണും ചിരികണ്ടച്ചാരും കോന്തനും കേളനും കുമരിയും ഇച്ചിരിയും ഇട്ടുണ്ണൂലിയും ഒക്കെ അവിടെയുണ്ട്. കേരളത്തിലെ നായന്മാരും പട്ടന്മാരും കുങ്ങിനിമാരും നമ്പൂതിരിമാരും ഇല്ലാത്ത പ്രദേശങ്ങളില്ല. പൊള്ളുന്ന സാമൂഹിക വിമർശനം 18-ാം ശതകത്തിൽ സമൂഹത്തിലുണ്ടായിരുന്ന തിന്മകളെ പൊള്ളുന്ന പരിഹാസം കൊണ്ടാണ് നമ്പ്യാർ നേരിട്ടത്. ഫലിതം കലർന്ന ശൈലിയിൽ നമ്പ്യാർ വിമർശിക്കുമ്പോൾ അത് പലരിലും ചെന്നു കൊള്ളുന്നുണ്ടായിരുന്നു. പണം കിട്ടുമെങ്കിൽ മനുഷ്യന് ദുഷ്ടത കാണിക്കാൻ ഒരു മടിയുമില്ല. എത്ര കിട്ടിയാലും മതിയാകില്ല. 2 പണം കിട്ടുമെന്ന് കേട്ടാൽ അവൻ 18 കാതം വേണമെങ്കിലും സഞ്ചരിക്കാം. മനുഷ്യർക്ക് രാജസേവയിലും ഭക്ഷണത്തിലും പ്രസിദ്ധി നേടലിലുമെല്ലാം ദുരാഗ്രഹമാണ്. കാര്യം കാണാൻ രാജാവിനെ സേവിച്ചു നിൽക്കുന്നു. കള്ളം പറഞ്ഞ് പലരെയും ചതിക്കുന്നു. കൈക്കൂലി വാങ്ങാനല്ലാതെ ഇത്തരക്കാർക്ക് മറ്റ് ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പം കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇതുപോലൊരു ഉപന്യാസം തയ്യാറാക്കുക. കൂടുതൽ നിങ്ങൾക്ക് ഇതിൽ എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി എന്ത് ചെയ്യുക? ഒരു ഉപന്യാസം തയ്യാറാക്കുക. ഓക്കെ, ദെൻ 17ാമത്തെ ചോദ്യമാണല്ലേ. മഴ തിരിച്ചു പോകുമ്പോൾ വേണ്ട, പോകണ്ട, ഇത്തിരി നേരം കൂടി കഴിഞ്ഞു പോയാൽ മതി എന്നൊരു സ്നേഹശാഠ്യം ഉള്ളിൽ നിറഞ്ഞ് ഞാൻ മഴയുടേതായി മാറുന്നു. മഴയുമായി സല്ലപിക്കുന്ന കുട്ടിയുടെ ചിന്തകളാണ് നനയാത്ത മഴ എന്നെ ഓർമ്മിക്കുന്ന ഹൃദയസ്പർശിയാക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അനുഭവങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഒരു അനുഭവ കുറിപ്പാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.